ബഡ്സ് ഉപയോഗിക്കാതെ ചെവിയിലെ അഴുക്ക് പൂർണ്ണമായും നീക്കം ചെയ്യാൻ. ചെവിക്കുള്ളിൽ കണ്ടുവരുന്ന മെഴുകുപോലെയുള്ള വസ്തുവാണ് ചെവിക്കായം. ബാക്ടീരിയ പോലുള്ളവയുടെ ആക്രമണങ്ങളിൽ നിന്ന് കാതുകൾക്ക് സംരക്ഷണം നൽകാൻ ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പ്രതിരോധ മാർഗമാണിത്. ദിവസേന ചെവിക്കായം മാറ്റേണ്ട ആവശ്യം അതിനാൽ തന്നെ ഇല്ല എന്ന് പറയാം. ചെവിക്കായം അമിതമാകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ചെവിക്കുള്ളിൽ അസഹനീയമായ വേദന, ചെവിക്കുള്ളിൽ നിന്ന് ദ്രാവകം വരിക, അസ്വസ്ഥത, കേൾവി കുറയുന്നതുപോലെ അനുഭവപ്പെടുക മുതലായവയാണ് സാധാരണയായി കണ്ടുവരാറുള്ളത്. ഇയർബഡ്സ് ഉപയോഗിക്കുമ്പോൾ നേർത്ത ചെവിക്കായങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കുമെങ്കിലും ദീർഘനാളായി ചെവിയിലിരുന്ന് കട്ടിയായ ചെവിക്കായം നീക്കുവാൻ ഈ മാർഗം ഉപകാരപ്പെടില്ല. അതിനുള്ള ചില പോംവഴികൾ ഇനി പറയുന്നു. അര കപ്പ് ഇളം ചൂടുവെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കുക. ഇതിൽ അല്പം ചെവിക്കുള്ളിലേക്ക് ഒഴിക്കുക. കുറച്ചു സമയത്തിനു ശേഷം തല ചെരിച്ച് വെള്ളം പുറത്തുപോകുവാൻ അനുവദിക്കുക. ചെവിക്കുള്ളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള അഴുക്കുകൾ ഈ വെള്ളത്തിന്റെ കൂടെ പുറത്തുപോകുന്നതാണ്. മരുന്നുകടകളിൽ ലഭിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന ലായനിയും ഇതിനു പകരം ഉപയോഗിക്കാവുന്നതാണ്. ഹൈഡ്രജൻ പെറോക്സൈഡ് ചെവിക്കുള്ളിൽ ഒഴിച്ചിട്ട് അല്പസമയം കഴിഞ്ഞ് പുറത്തേക്ക് ഒഴുകിപ്പോകുവാൻ അനുവദിക്കുക. ചെവിക്കായം നീക്കം ചെയ്യുന്നതിനോടൊപ്പം അണുബാധ ഉണ്ടാകുന്നത് തടയുവാനും ഈ ലായനി സഹായകമാണ്. പഴക്കം ചെന്ന ചെവിക്കായത്തിനെ നേർപ്പിച്ചു പുറത്തു കളയുവാൻ സഹായിക്കുന്ന മറ്റൊരു വസ്തുവാണ് ബേബി ഓയിൽ. 3 തുള്ളി ബേബി ഓയിൽ ചെവിയിലേക്ക് ഒഴിക്കുക. ഇതിനുശേഷം അല്പം പഞ്ഞുകൊണ്ട് ചെവിയുടെ ദ്വാരം അടയ്ക്കുക. ഇങ്ങനെ ചെയ്യുന്നത് വഴി ചെവിക്കായം കലർന്ന ബേബി ഓയിൽ പഞ്ഞിയിലേക്ക് ആഗിരണം ചെയ്യപ്പെടും. ചെവിക്കായത്തിനെ നീക്കം ചെയ്യാൻ ഉപകരിക്കുന്ന മറ്റൊരു പ്രകൃതിദത്തമായ വസ്തുവാണ് വെളിച്ചെണ്ണ. ചെവിക്കുള്ളിലെ ബാക്ടീരിയകളെ നശിപ്പിക്കുവാനും കട്ടിയായ ചെവിക്കായത്തിനെ നീക്കം ചെയ്യുവാനും വെളിച്ചെണ്ണ സഹായകമാണ്. പഴകിയ ചെവിക്കായം ഇൻഫെക്ഷന് കാരണമാകാറുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ ഗാർലിക് ഓയിൽ ഉപയോഗിച്ച് ചെവിക്കായം നീക്കം ചെയ്യാൻ സാധിക്കും. വെളുത്തുള്ളിയിൽ അടങ്ങിയിട്ടുള്ള അനിസില്ലിൻ എന്ന രാസവസ്തു നല്ല ഒരു ആന്റിബയോട്ടിക് ആണ്. നന്നായി ചതച്ചെടുത്ത വെളുത്തുള്ളി അല്പം വെളിച്ചെണ്ണയിലിട്ട് വെളുത്തുള്ളി ഇളം ബ്രൗൺ നിറമാകും വരെ തിളപ്പിക്കുക. അതിനുശേഷം എണ്ണ അരിച്ചെടുക്കുക. ഇത് നന്നായി തണുത്തതിനു ശേഷം ചെവിയിലേക്ക് ഒഴിക്കുക. അല്പസമയത്തിനു ശേഷം എണ്ണ പുറത്തേക്ക് ഒഴുകിപ്പോകുവാൻ അനുവദിക്കുക. ചെവിക്കായം നീക്കം ചെയ്യുന്നതിനോടൊപ്പം ചെവിവേദനയ്ക്കും ആശ്വാസം ലഭിക്കുന്നതാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ആരോഗ്യം നിറഞ്ഞ പുതിയ അറിവുകൾ നിങ്ങളിലെത്താൻ ഇന്ന് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.